പോൺ നടീനടന്മാരുണ്ടല്ലോ, ഇത്തരം കാര്യങ്ങൾ ചിത്രീകരിക്കുന്ന നടീനടന്മാരുണ്ടല്ലോ. മാന്യന്മാരാ അവര്, സമൂഹത്തിന് മാന്യന്മാരാ. എറണാകുളത്ത് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. നോക്കൂ, ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് ദിയാകൃഷ്ണയുടെ ഡെലിവറി റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ. എന്നോട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ചോദിച്ചു, എന്തുകൊണ്ടാണ് ബ്രോൻ്റെ 2 ചാനലും ഞങ്ങൾ നോക്കി, 2 ചാനലിലും ദിയാകൃഷ്ണയുടെ പ്രസവം റിലേറ്റഡ് ആയിട്ടുള്ള, ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റും ചെയ്തിട്ടില്ലല്ലോ, എന്താ പ്രശ്നം എന്ന് വെച്ചു. ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ലൈഫ് ഓഫ് വിധു എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ, എൻ്റെ വൈഫിൻ്റെ ചാനലിൽ ഞങ്ങൾ 2 പേരും കൂടി, കാരണം എനിക്ക് തോന്നുന്നു ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും ഒന്നുകൂടി നല്ലത് ഞങ്ങൾ 2 പേരും കൂടി വന്നിരുന്ന് സംസാരിക്കാനുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു അവൾ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കണം, അവളുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഡിസ്കഷൻ ആവണം എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ ആ ഒരു ചാനലിലാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് എൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് വെക്കാം, കാണേണ്ടവർക്ക് കാണാം കേട്ടോ. പക്ഷേ നമുക്ക് ഈ ഒരു വിഷയത്തിൽ എനിക്ക് 1-2 കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചില കാര്യങ്ങളൊക്കെ മിസ്സായി വിട്ടുപോയ കാര്യങ്ങളുണ്ടായിരുന്നു. ഇത് സംസാരിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഈ വീഡിയോ ഞാൻ കണ്ടത് കേട്ടോ. നോക്കൂ, ഞാൻ ഇയാളെ ഇതിന് മുന്നേ വിമർശിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സ്പെഷ്യലി ഞാൻ ഇയാളെ വിമർശിച്ചിട്ടുള്ളത് ഈ കൃഷ്ണകുമാർ, സിന്ധു കൃഷ്ണ, ഇവരുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിലാണ് ഇയാളെ ഞാൻ വിമർശിച്ചിട്ടുള്ളത്. നമുക്ക് പല രീതിയിലും പല കാരണങ്ങളോ കൊണ്ടും ഒരാളുടെ ആശയപരമായിട്ട് നമുക്ക് വിയോജിപ്പുണ്ടായിരിക്കാം. എല്ലാവർക്കും അതന്നെ ആയിരിക്കാം ഒരുവിധ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്കൊക്കെ ഒരുവിധം വളരെ ഫ്യൂ ആൾക്കാർക്കുണ്ട് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് സംസാരിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ ഈ ആശയപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിയോജിപ്പ് കാണിക്കുന്ന ആളാണ്. ചില സിറ്റുവേഷനിൽ ദിയാകൃഷ്ണ, ഇഷാനിയുടെ വീഡിയോസിന്, ഇങ്ങനത്തെ കൃഷ്ണകുമാറിൻ്റെ അവർ പല കാര്യങ്ങൾക്കും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പല സമയത്ത് നമ്മൾ വിയോജിപ്പ് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നവരാണ്, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ കേട്ടോ. ഞാൻ ഇയാളുടെ വീഡിയോ നിങ്ങൾ അറിയുമെന്നറിയില്ല, ഞാൻ ഇതിന് മുന്നേയും ഇയാളുടെ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഇയാളുടെ വീഡിയോ റിയാക്ട് ചെയ്തെന്ന് വെച്ചാൽ ഇയാൾ ദിയാകൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണയെ വളരെ മോശമായിട്ട്, എനിക്ക് ആ വേർഡ് ഇവിടെ പറയാൻ പറ്റില്ല, ബ്രഹ്മ കോഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളുടെ പഴയ ചാനൽ, ആ ചാനൽ ഇപ്പം ഇല്ല, മിക്കവാറും ഈ കാരണങ്ങൾ കൊണ്ട് ടെർമിനേറ്റ് ചെയ്ത് പോയതായിരിക്കാം. ബ്രഹ്മ കോഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ഇയാൾ വളരെ മോശമായിട്ടുള്ളൊരു വാക്കാണ്, അതായത് മറ്റ് ഇതുപോലത്തെ സ്ത്രീകളെ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ദിയാകൃഷ്ണ അമ്മയെ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ അന്ന് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇതിന് മറ്റേ ഏതൊരു ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇത് സംസാരിക്കുമ്പോൾ ഇയാളെ സാമി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇയാളെ നമ്മൾ പറയാറ്, അഭിസംബോധന ചെയ്യൽ. അപ്പോൾ പല ആൾക്കാരും പറഞ്ഞു ഇയാളെ സാമി എന്ന് വിളിക്കരുത്, ഇയാളുടെ പേര് എന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് കമൻറ്റിൽ ഇട്ട് വന്നു. ഇയാളുടെ പേര് ശരിക്കും രമേശൻ എന്നാണ്, ഇത്ര അറിയില്ല കേട്ടോ എനിക്ക്. രമേശൻ അല്ലെങ്കിൽ ഫിനൈൽ രമേശൻ, ബസ്സിൽ കയറി നടന്ന് ഫിനൈൽ, ഈ കക്കൂസിൽ ഒഴിക്കുന്ന, ടോയ്ലറ്റിൽ കഴിഞ്ഞാൽ ഒഴിക്കുന്ന സ്മെല്ലിന് വേണ്ടിയിട്ടില്ലേ, കീടാണുക്കളൊക്കെ ചത്തുപോകാൻ സ്മെല്ലിന് വേണ്ടി ഒഴിക്കുന്ന ഫിനൈൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ക്ലീനിങ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഫിനൈൽ വിറ്റ് നടക്കുന്ന വ്യക്തിയായിരുന്നു ഈ രമേശൻ എന്ന് പറഞ്ഞ ആൾ എന്നാണ് പലരും എന്നോട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേരങ്ങനെ പറഞ്ഞ സമയത്ത് ചിലപ്പോൾ അതിൽ കാര്യമുണ്ടോയെന്നുള്ള അറിയില്ല. എന്തായാലും ഞാൻ ഇയാളെ സാമി എന്നുള്ളതിന് പകരം ഫിനൈൽ രമേശൻ അല്ലെങ്കിൽ രമേശ് അണ്ണൻ എന്നാണ് ഞാൻ ഇനി മുതൽ ഇയാളെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് ഒരാളോട് പേഴ്സണൽ വിദ്വേഷം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്രയൊക്കെ മോശമാക്കിയിട്ട് പറയാൻ, അതായത് നിങ്ങൾ ഫസ്റ്റ് ക്ലിപ്പ് നിങ്ങൾ കണ്ടോ, അതായത് ഞാൻ ഒന്നും കൂടി ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിയാകൃഷ്ണയുടെ ഡെലിവറി റിലേറ്റഡ് ആയിട്ട് ഇയാൾ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പോൺ ഇൻഡസ്ട്രിയിൽ, അതായത് അശ്ലീല സിനിമകളിൽ അഭിനയിക്കുന്ന നടിമാർക്ക് പോലും ഇവരെക്കാൾ, എനിക്കത് പറയുമ്പോൾ തന്നെ വിഷമം തോന്നുന്നുണ്ട്, പക്ഷെ ഞാനത് പറഞ്ഞേ പറ്റൂ, ഐ ഹാവ് ടു റിപ്പീറ്റ് ഇറ്റ്. കാരണം എന്താ വെച്ചാൽ ഇത് എത്തേണ്ടവരിലേക്ക് എത്തണം. അതായത് ഇവർക്ക് ഈ പോൺ ഇൻഡസ്ട്രിയിൽ അതിൽ വർക്ക് ചെയ്യുന്ന ലേഡീസിന് ഇവരെക്കാളും അന്തസ്സുണ്ട്. സണ്ണി ലിയോണിനൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. സണ്ണി ലിയോണി എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു പേരെടുത്ത് പറയല്ല, പക്ഷേ ഇതുപോലെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ദിയാകൃഷ്ണയെക്കാളും അന്തസ്സുണ്ട്. എന്ത് കാരണം കൊണ്ടെന്നറിയോ, ഇയാളെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ നടന്നിട്ടുള്ള പരസ്യ പേര് എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഈ ഒരു വീഡിയോ, ദിയാകൃഷ്ണയുടെ വീഡിയോ കണ്ട സമയത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ്. സന്തോഷം എന്താണെന്നറിയോ, ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേരളത്തിൽ. കാരണം എന്ന് വെച്ചാൽ പഴയ സിറ്റുവേഷനിലെല്ലാം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എടുത്ത് സംസാരിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് ആക്സെപ്റ്റ് ചെയ്തിട്ടാണ്.
ഇത് ആക്സെപ്റ്റ് ചെയ്ത് ഇത് ഒരു ചേഞ്ച് കേരളത്തിലുള്ള ആൾക്കാർ ഇത് മാറി ചിന്തിച്ചു. കാരണം എന്താ വെച്ചാൽ ഇതിന് മുന്നേ ശ്വേതാമേനൻ്റെ കേസാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ റീസെൻ്റായിട്ട് ഞാൻ പറയാൻ വിട്ടു, നവീൻ ബൂംബാങ്, പുള്ളിയുടെ വീഡിയോ ഇതേമാതിരി, പുള്ളി കേരളത്തിലല്ല ന്യൂസിലൻഡിലോ ഫിൻലൻഡ് അവിടെ പുള്ളിയുടെ വീഡിയോ ചെയ്തിട്ട് പുള്ളി ഇതേപോലെ തന്നെ ട്വിൻസിനെ ഡെലിവറിയും പുള്ളി ഇതേപോലെ വീഡിയോസ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. റിയാക്ട് അല്ല, പുള്ളി ഇതുവരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ ശ്വേതാമേനൻ്റെ കേസിൽ ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ആൾക്കാർ മാത്രം അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തതാണല്ലോ, ഒരുപാട് പേര് അവർ എതിർത്ത് സംസാരിക്കുന്ന സിറ്റുവേഷനിൽ ഇന്ന് ഏകദേശം 1 കോടിയോളം ആൾക്കാർ കണ്ടിട്ടുള്ള വീഡിയോയിൽ എനിക്ക് തോന്നുന്നു വളരെ ഭൂരിഭാഗം പേരും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വെൽക്കം ചെയ്തിട്ടാണ്. വെച്ചിട്ട് നാളെ എല്ലാവരും നമ്മുടെ വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങളെല്ലാവരും വീഡിയോയിൽ ചിത്രീകരിക്കും എന്നുള്ളതല്ല. ഇയാൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ വൃത്തികെട്ട പോയിന്റ് എന്താണെന്നറിയോ? ഇയാൾ ഈ പരിപാടിനെ അവതരിപ്പിക്കുന്നതിന്, ഞാൻ ക്ലിപ്പ് പ്ലേ ചെയ്യാം, ഇയാൾ അവതരിപ്പിക്കുന്നത് തന്നെ ഗുഹ്യഭാഗം എന്ന് പറഞ്ഞിട്ടാണ്. അതായത് പ്രൈവറ്റ് പാർട്ട് എനിക്ക് എന്ന സത്യത്തിൽ ഞാൻ കുറച്ച് ശ്രദ്ധിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാറുള്ളൂ. ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ ലാംഗ്വേജും ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ശൈലി മാറിപ്പോകാൻ ചാൻസസ് ഉള്ളതുകൊണ്ട് ആദ്യം തന്നെ ഞാനൊരു ക്ഷമ ചോദിക്കുകയാണ്. ഇയാൾ പറയുന്നത് ഗുഹ്യഭാഗം എന്ന് പറഞ്ഞാൽ ആരും കാണാൻ പാടില്ലാത്ത ഭാഗമാണ്, അത് ക്യാമറയിൽ ചിത്രീകരിച്ചു. എടോ രമേശ അണ്ണ, എനിക്ക് പ്രായത്തിൻ്റെ ബഹുമാനമുണ്ട്, 70 വയസ്സായി ഇയാൾക്ക്. ഇയാൾ വെല്ലൂരറ്റാണെന്ന് തോന്നുന്നുണ്ട്. തൃശ്ശൂർ അടുത്ത് തൃക്കൂറാണ് ഇയാൾ സ്വദേശം എന്നുള്ളത് മനസ്സിലായി. എനിക്ക് വീഡിയോ കണ്ട സമയത്ത് മനസ്സിലായതാണ്. പിന്നെ ഇയാൾ തമിഴ്നാട്ടിൽ എവിടെയോ ഒളിച്ചു കഴിയാണ് ഇപ്പോൾ. അയാൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം ഈ രീതിയിലുള്ള വീഡിയോസും ഈ രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള പരാമർശം കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ഇയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. എനിക്കൊക്കെ നാളെ പുറത്തിറങ്ങി നടക്കാൻ പറ്റും, നമുക്കൊരു ഇതുണ്ട്, ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. പക്ഷെ ഇതുപോലുള്ള വ്യക്തികൾ, സ്പെഷ്യലി ഇയാൾക്കൊന്നും റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. എന്തായാലും നിങ്ങൾക്ക് യോജിക്കാം, യോജിക്കാതിരിക്കാം, വിയോജിപ്പ് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം. കുറച്ച് പേര് അതിന് വിയോജിപ്പ് പ്രകടിപ്പിച്ച് വന്നിട്ടുണ്ട് അത്യാവശ്യം മാന്യമായ രീതിയിൽ. അവരുടെ ഇത് വെച്ചിട്ടുള്ള മാന്യതയുടെ മാക്സിമം ഇതിൽ അവരതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫൈൻ. പക്ഷേ ഇത് എക്സ്ട്രീമാണ്. ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാം. വീഡിയോ കിടക്കുന്നതിന് മുന്നേ എപ്പോഴും പറയുന്ന പോലെ പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പോൾ എന്താ പറയുക, എന്നൊരു ബന്ധമൊക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ ഞാനത് ആദ്യം പറയണമെന്ന് ചോദിച്ചു. ഹർത്താൽ ഓൾമോസ്റ്റ് ഹർത്താൽ പോലെ തോന്നുന്നുണ്ട്. എനിക്കൊന്ന് പുറത്ത് പോകണം, അതിന് മുന്നേ ജസ്റ്റ് ഈ ഒരു വീഡിയോ ചെയ്തിട്ട് പോകാം. ഇയാൾ പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടി കാണാം, കാരണം അത് മുതലാണ് നമുക്ക് നമ്മുടെ ഇയാളോട് റിയാക്ട് ചെയ്യാനുള്ളത്. ഫോൺ നടന്മാരുണ്ടല്ലോ, ഇത്തരം കാര്യങ്ങൾ ക്ഷമിക്കണം, പ്രായത്തിൻ്റെ ബഹുമാനം ഉണ്ട്. പക്ഷെ എന്നാലും ഇത് ഇങ്ങനെ തന്നെ പറയാതെ വയ്യ. എടോ എരപ്പ, ഇതൊരു ഡെലിവറി വീഡിയോ ആണ്, അല്ലാണ്ട് തൻ്റെ കാഴ്ചപ്പാട് പോലുള്ള കുത്ത് സിനിമയല്ല. അത് മനസ്സിലാക്കുക. അത് ആദ്യം താൻ മനസ്സിലാക്കുക. താൻ ചിലപ്പോൾ ഈ റൂമിലൊക്കെ അവിടെയും ഇവിടെയൊക്കെ നിങ്ങൾ പോട്ടെ, താൻ പറയാൻ വയ്യ. നിങ്ങൾ ചിലപ്പോൾ ഇതുപോലെ വീടിനുള്ളിലൊക്കെ അടച്ചിരുന്നിട്ട് ഈ വക സിനിമയും പരിപാടിയും കാര്യങ്ങളും ഇതുപോലെ കണ്ടിട്ട് ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി കാണുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അതല്ല അണ്ണ രമേശ അണ്ണ, ഫിനൈൽ രമേശ അണ്ണ. ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സണ്ണി ലിയോടോ മറ്റോ വന്നപ്പോൾ അവിടെ 3 കോടി ജനങ്ങളെ അവിടെ ചെന്നത്. കേരളത്തിലെ സകല ആൾക്കാരെ അവിടെ എത്തി. വല്ലാത്ത കഷ്ടം. ഗുഹ്യഭാഗം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഗുഹ്യം എന്ന് പറഞ്ഞ ഗുഹാസംബന്ധമായതെന്നാണ് അർത്ഥം. അതാണ് ഗുഹ്യം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മറച്ചു പിടിക്കേണ്ടത് ഗുഹ്യമാണ്. ആസനദ്വാരം ഗുഹ്യമാണ്. യോനി തടം ഗുഹ്യമാണ്. അതെ, സമ്മതിച്ചു രമേശ് അണ്ണ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ദിയാകൃഷ്ണയുടെ ഏതെങ്കിലും ക്യാമറ അവിടെ ആയിരുന്നോ? എന്തൊക്കെ എരപ്പാളിത്തരാണ് താൻ പറയുന്നതെന്നറിയോ? എത്രത്തോളം വൃത്തികെട്ടവരാണ് നിങ്ങൾ, എത്രത്തോളം വൃത്തികെട്ട മനസ്സിനുടമയാണ് നിങ്ങൾ. ഇതെൻ്റെ അഭിപ്രായമാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. എന്നോട് വിയോജിപ്പുള്ള ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ എനിക്കിത്ര പറയാനുള്ളൂ, ഇത് ഇത്രയും വൃത്തികെട്ട മെൻ്റാലിറ്റി. ഒരു സ്ത്രീയുടെ പ്രസവത്തിൻ്റെ ആ ഒരു ഇത് അവരവിടെയാണോ? എനിക്കത് പറയാൻ പോലും എനിക്ക് ഇത് തോന്നുന്നു. അവരവിടേക്കാണോ ക്യാമറ ഫോക്കസ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഈ നോർമൽ കണ്ടീഷനിൽ ഈ എന്താ പറയുക, ഈ ഡെലിവറി ഒക്കെ നടക്കുന്ന സമയത്ത് ഡോക്ടേഴ്സൊക്കെ അങ്ങനെയാണോ നോക്കുന്നത്? ആ കുട്ടീനെ എനിക്ക് പറയാൻ കഴിയില്ലല്ലോ ഭഗവാനെ. നമ്മൾ വിചാരിക്കും നല്ല ആട്ടാട്ടണം. ഞാൻ സത്യം പറഞ്ഞാൽ ആട്ടണം എന്നൊക്കെ പറഞ്ഞ് വിചാരിക്കും. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ നമ്മുടെ ഉള്ളിലത്തെ ആ ഒരു സംഗതി, ഒരു ബ്ലോക്ക് എപ്പോഴും കിടക്കുന്നുണ്ട്. അതാണോ അതിൻ്റെ അർത്ഥം? അവിടേക്ക് ക്യാമറ വെച്ചിട്ടാണ് അവർ ഷൂട്ട് ചെയ്തത്? അതാണോ ഞങ്ങൾ ഈ കണ്ട 1 കോടി ആൾക്കാർ കണ്ടത്?
ഒരു കാര്യം പറ, 22 മിനിറ്റ് ഇയാൾ അത്രയും സ്ലോയിൽ എന്നുള്ള പോലെ ലെയ്ലൻ്റെ ലോറി പോണ മാതിരിയാണ് പോണത് പഴയത്. അത് അയാളുടെ ശൈലിയായിരിക്കാം. പക്ഷെ ഞാനത് കണ്ടു തീർത്തതിന് നിങ്ങൾ 2 തെറിനെ പറഞ്ഞാൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യും. ഞാനിത് കണ്ടു തീർത്തതെന്തിനാണെന്നറിയോ? ഇത്രയും വൾഗറായിട്ട് ഇങ്ങനത്തെ ഒരു സംഗതിനെ പറയണമെന്നുണ്ടെങ്കിൽ ഈ വീട്ടിനുള്ളിൽ അടച്ചിരിക്കുന്ന ഈ ബസ്സിൽ ഫിനൈൽ വിറ്റ് നടന്നു എന്ന് പറയപ്പെടുന്ന ഈ ഫിനൈൽ രമേശിന് മാത്രമേ പറ്റുള്ളൂ. ചില കാര്യങ്ങൾ ഗുഹ്യമാക്കി വെക്കേണ്ടതുണ്ട്. പരസ്യപ്പേറ് നടന്നിരിക്കുകയാണ്. പരസ്യപ്പേറ്. പെണ്ണ് പ്രസവിക്കുന്നത് വീഡിയോ എടുത്ത് ലോകനെ കാണിച്ചിരിക്കുകയാണ്. പരസ്യപ്പേറാണോ അണ്ണ നടന്നത്? അണ്ണ എന്ന് വിളിച്ച നാവ് കൊണ്ട് വേറെ മാറ്റി വിളിപ്പിക്കേണ്ട അവസ്ഥയാണ്. ശരിക്കും അതൊക്കെ വിളിക്കണം. നമ്മുടെ വീഡിയോസ് എനിക്ക് എന്നോട് പല ആൾക്കാരും കമൻറ്റിൽ പറയുന്നുണ്ട്, എൻ്റെ വീഡിയോ നമ്മൾ ആ ഒരു ലിമിറ്റ് വെച്ചിട്ടേ ചെയ്യാറുള്ളൂ, അതുകൊണ്ട് തന്നെ ആർക്കും കാണാൻ പറ്റുന്ന ആ ഒരു ബ്ലോക്കാണ്. ആ ഒരു ഇതിലാണ് ഞാൻ 50 ലക്ഷം പേരാണ് 24 മണിക്കൊണ്ട് ഈ സാധനം കണ്ടിട്ടുള്ളത്. ഈ സാധനം വെച്ചാൽ പ്രസവം. അതാണ് എടോ തൻ്റെ പ്രശ്നം അതാണ്. അവരെങ്ങനെ, ഒരുപാട് പേരുടെ പ്രശ്നം ഇതാണ് കേട്ടോ. ഒരുപാട് പേരുണ്ട്, അവരുടെ വ്യൂസ്, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ സെറ്റപ്പ്, അവർ എൻജോയ് ചെയ്യുന്ന പ്രിവിലേജ്, ഇതൊക്കെയാണ് പല ആൾക്കാർക്കും പ്രശ്നം. ഞാനൊരു കാര്യം പണ്ട് പറയും, നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ ഇതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ തൊഴാൻ പോകുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ ക്യൂ നിൽക്കാതെ ഡയറക്റ്റായിട്ട് പോയി കാണുന്ന സമയത്ത്, അപ്പോൾ എൻ്റെ അച്ഛൻ പറയുന്നൊരു ഡയലോഗ് കേട്ടോ, ഒരു പക്ഷേ തെറ്റായിരിക്കാം. ആ സമയത്തൊക്കെ ലീഡർ കരുണാകരൻ പുള്ളിയാണ് കയറി പോകുന്നത്, അതുപോലെ രാഷ്ട്രീയക്കാരൊക്കെ. അപ്പോൾ എൻ്റെ അച്ഛൻ പറയും, അപ്പോൾ നമ്മൾ പറയാം, നമ്മളിങ്ങനെ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ഇവരൊക്കെ കയറി പോകാമെന്ന് പറയുന്ന സമയത്ത് എൻ്റെ അച്ഛൻ പറയുന്നൊരു സംഭവം കേട്ടോ, ഒരു പക്ഷേ അവർക്ക് അതിനുള്ള പ്രിവിലേജ്, ആ ഒരു ബ്ലെസ്സിങ് കൊടുത്തത് കൊണ്ടാണ് അവർക്ക് ഇതുപോലത്തെ പ്രിവിലേജ് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും ഇത് കിട്ടിക്കൊള്ളുന്നില്ല. നമ്മളെക്കാളും താഴെയുള്ള ആൾക്കാരുണ്ടായിരിക്കാം, മുകളിലുള്ള ആൾക്കാരുണ്ടായിരിക്കാം. ഇത് അവരുടെ ഒരു എന്താ പറയുക, അവർക്ക് ഉണ്ടായിട്ടുള്ള ഈ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും അവരുടെ ഹാർഡ് വർക്ക് ആയിരിക്കാം, സ്മാർട്ട് വർക്ക് ആയിരിക്കാം, അവരുടെ പ്രിവിലേജ് ആയിരിക്കാം. അതിൽ കടി തോന്നിയിട്ട് കാര്യമില്ല. ഇതാണ് പ്രശ്നം. 50 ലക്ഷം പേര് കണ്ടു. നമ്മൾ ഈ എത്ര ബുദ്ധിമുട്ടി ഒരാളെ പറ്റി കുറ്റം പറഞ്ഞ് ഇവൻ പറഞ്ഞു കഴിഞ്ഞാലും ആകെ 2000-3000 ആൾക്കാർ കാണാനുണ്ട്. ഇവനെ പറ്റി വല്ലതും പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നുണ്ട് 1 ലക്ഷത്തിന് മേലെ. അപ്പോൾ എത്രത്തോളം ആൾക്കാർ ഇവനെ രണ്ടാട്ടാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് ഏകദേശം നമുക്ക് വീഡിയോൻ്റെ ആ ഒരു ഇത് കണ്ടാൽ മനസ്സിലാവും. ഈ സാധനം എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചോ, ആ സാധനം അല്ല, ആ പ്രസവം കണ്ടിട്ടുള്ളത്, പേറ് കണ്ടിട്ടുള്ളത്. പട്ടികൾ പോലും, കൂട്ടിൽ കിടക്കുന്ന പട്ടികൾ പോലും ഗുഹ്യഭാഗത്തെ ഗുഹ്യഭാഗമാക്കിക്കൊണ്ട് സൂക്ഷിക്കുന്നു. അതെ, എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കൂടി ഒരു പട്ടി നല്ല ഷെഡിട്ട് വൈനുണ്ട്. എന്താ ഇതിനൊക്കെ പറയുക? ഇയാൾ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ഈ പട്ടികൾ പോലും അയാളുടെ ഏതോ വെല്ലൂർ എവിടെയാണ് ഒളിച്ച് താമസിക്കുമ്പോൾ, ഏതോ ഒരു വീട്ടിൽ ഒളിച്ച് താമസിക്കുമ്പോൾ അവിടെ കുറേ പെൺമക്കളുള്ള വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഒരു വീട്ടിലെ വളർത്തു നായ പ്രസവിക്കാൻ സമയമായപ്പോൾ ഇവർ ബെഡ് ഒരുക്കി വെച്ചു. ഇപ്പം നായ വേറെ എവിടെയോ കയറി പറ്റൂ. ഈ സാധനത്തിനാണ് ഇയാൾ പറയുന്നത്. എടോ, കൂട്ടിൽ പ്രസവിച്ച കുറേ പട്ടികളെ ഞാനും കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇവിടെയൊക്കെ ഷെഡിട്ട് നടക്കുന്നത് ഗുഹ്യ ഭാഗം. പട്ടിയും പൂച്ചയും കോഴി വരെ അണ്ടർവെയർ ഇട്ടിട്ട് നടക്കണം ഇവിടെ. ഗുഹ്യമാക്കി വെക്കേണ്ട കാര്യങ്ങള്, രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങള് എടോ, തൻ്റെ ഗുഹ്യഭാഗം എന്ന് പറഞ്ഞാൽ ഇയാളുടെ തൻ്റെ വായയാണ്. അത് അടക്കി വെച്ചോ. ആക്കി കഴിഞ്ഞാൽ ആളുകൾ, സമൂഹം അത് അംഗീകരിച്ചു എന്ന് വരില്ല. ഈ പരസ്യപ്പേറിന് 50 ലക്ഷം വ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂർ ആയിട്ടില്ല. അതാണ് വൈനോട്ട്. അതാണ് സംഭവം. ഈ പരസ്യപ്പേറിന് എന്താ വെച്ചാൽ കൃഷ്ണകുമാറിൻ്റെ ഫാമിലി, ഇയാൾ രാഷ്ട്രീയപരമായിട്ട് എനിക്ക് രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഇൻക്ലിനേഷനാണ് ഇയാൾ ഇങ്ങനെ കൊണ്ട് പറയിപ്പിക്കുന്നത്, വളരെ ക്ലിയർ ആയിട്ട് അറിയാം. പിന്നെ എന്തിനാണ് ഈ ഈ ചുവന്ന വേഷമിട്ടിട്ട് ഇതൊക്കെ വന്ന് പറയുന്നതെന്ന് വളരെ ക്ലിയർ ആയിട്ട് ബുദ്ധിയും ബോധമുള്ളവർക്ക് മനസ്സിലാവും. ഞാനിവിടെ പറയുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കൃഷ്ണകുമാർ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ സംഗതി ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ ഇയാൾ ഇതുപോലെ മലം ഛർദ്ദിച്ചിട്ടുള്ളൂ. ഫോൺ നടീനടന്മാരുണ്ടല്ലോ, ഇത്രയും ഫാസ്റ്റ് അടിക്കുക. ഫോൺ നടന്മാരുണ്ട്. ഞാൻ തന്നെ കേൾപ്പിച്ചു. കുറെ കഴിയുമ്പോ ഈ പ്രസവം കാണലും ഒരു പോറടി ആകുമല്ലോ. കണ്ടുമ്പോൾ അപ്പൊ എന്തുണ്ടാകും? എവിടെന്നാ തുടങ്ങുന്നത്? വിവാഹം ഉറപ്പിക്കൽ, അതിനും 10,000 ചെലവ് ചെയ്ത് അതിൻ്റെ ഷൂട്ടിങ്, മോതിരം മാറൽ ഷൂട്ട്സ്, പ്രീ മാരേജ് ലൈഫ് അന്യോന്യം അറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ പാർക്കിലും അവിടെ ഇവിടെ സിനിമയിലും ഊട്ടിയിലും കൊടൈക്കനാലിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് വേണ്ട അതും വയ്ക്കും. കഴിഞ്ഞില്ല. ആർക്കാ ചെയ്തം? പെണ്ണിൻ്റെ ഭാവി പോയി.
പ്രീ മാരേജ് ലൈഫ്, ദെൻ മാരേജ് ഫങ്ഷൻ, അത് കോടികളാണ് ചിലവഴിക്കുന്നത്, ഉള്ളത് മുഴുവൻ ചിലവഴിക്കും. അത് കഴിഞ്ഞാൽ മധുവിധു വേണ്ടേ മക്കളെ, മധുവിധും പരസ്യമാക്കണ്ട. തന്തയ്ക്ക് 70 വയസ്സായി, ഇപ്പോഴും പറയുന്നില്ല. അതിൻ്റെ പ്രശ്നമാണ്. അതും നടക്കും, അതും നടക്കും. കാരണം എന്താ, വ്യൂസിനെ കിട്ടും. ഇതിന് 50 ലക്ഷം പേരാണെങ്കിൽ മാരേജ് ഫങ്ഷൻ കഴിഞ്ഞിട്ടുള്ള മധുവിധവും ഷൂട്ടിൽ ഉൾപ്പെടുത്തുക, അത് നാട്ടുകാരെ കാണിക്കുക. അപ്പൊ 50 കോടി വ്യൂസിനെ കിട്ടും. എടാ ഉളുപ്പില്ലാത്തവനെ, ഡെലിവറിയാണ് അല്ലാടെ. ഇതൊരു ജന്തു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ 50 ലക്ഷം പേര് നിരന്ന് കൈയടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം. നിങ്ങളുടെ പ്രശ്നം അതാണ്. അത് ഈ ഫാമിലി ഏതാണെന്നുള്ളതാണ് ഇവൻ്റെ പ്രശ്നം. ഞാൻ വീണ്ടും പറയുന്നു, ഇവരുടെ അമ്മയെ, ദിയാകൃഷ്ണ അമ്മേനെ ഇവൻ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് എനിക്കിവിടെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ, എനിക്കിവിടെ ആ വാക്ക് അവരെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളൂ എത്രത്തോളം മോശമായിട്ടുള്ള വാക്കാണ് അവരെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അവരെ വർണ്ണിച്ചിട്ടുള്ള, ഞാനത് റിയാക്ട് ചെയ്താണ് പണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് 1 കോടിയാകും. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അഴിച്ചിട്ട കാളകളുടെ സമൂഹം. ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് ജോസഫ് എന്ന് പറഞ്ഞ പോലെ. ഇതിനപ്പുറവും ചാടിക്കടക്കും ഈ ജന്തു സമൂഹം. നാളെ വിവാഹ ഫംഗ്ഷൻ ശേഷമുള്ള മധുവിധുവും വീഡിയോ ഫൈ ചെയ്യും. അത്ഭുതപ്പെടേണ്ട, കാത്തിരുന്നു കൊള്ളുക അച്ഛനമ്മമാര്. ശരിയായിക്കോട്ടെ എന്നാ, ആയിക്കോട്ടെ സ്വാമി, നല്ല വലാതി. എന്തായാലും അതിനൊക്കെ പറയാല്ലേ. ഞാൻ ഈ ദിയാകൃഷ്ണയുടെ വീഡിയോ ഇനിയിപ്പോൾ ജസ്റ്റ് 1-2 കാര്യം ആ വീഡിയോനെ പറ്റി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഈ ചാനലിലൂടെ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കതിൽ ഡെലിവറിൻ്റെ ആ ഒരു മൊമെൻറ്റ്, അവർ അനുഭവിച്ചിട്ടുള്ള പെയിന്, ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന പെയിന്, ഇതൊക്കെ എല്ലാവരും കാണേണ്ടത് തന്നെയാണ്. എല്ലാവരും മനസ്സിലാക്കണം. ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ, പുരുഷന്മാർ മനസ്സിലാക്കേണ്ടതാണ്. ഒന്നു പറ്റൂ എന്നൊക്കെ പറയില്ലേ. പിന്നെ അത് മാത്രമല്ല, ആ വീഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൊമെൻ്റ് ഉണ്ട്. അശ്വിനും ഈ ദിയയും കൂടെ അവരെ കുട്ടിയോട് സംസാരിക്കുന്ന ചെറിയൊരു പോർഷൻ ഞാൻ പ്ലേ ചെയ്യുന്നില്ല, ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇത്ര സഹിക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്നും അത് ചെയ്യാൻ തോന്നിയില്ലല്ലോ, കാരണം കുട്ടികൾ വലുതായി കഴിയുന്ന സമയത്ത് അതായത് മറ്റേ ഈ ഡെലിവറി ഷൂട്ട് ചെയ്യല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവർ പറഞ്ഞിട്ടുള്ള ഒരു സംസാരം വീഡിയോ കണ്ടവർക്ക് അറിയാം. പോട്ടെ, ചില കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചില ആൾക്കാർ പറഞ്ഞാൽ നന്നാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കും ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ ഇതുപോലുള്ള ഡാഷ് മക്കളൊക്കെ ഉടുത്തിട്ടൊന്നുമില്ലല്ലോ. ഞാനവിടെ ഉടുത്തില്ല, എനിക്ക് തോന്നുന്നു. എനിക്കറിയാം ഞാനിങ്ങനെയല്ല. ഞാൻ അതാണ് ചിന്തിക്കുന്നത്. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഐ എം ട്രൈങ് മൈ ബെസ്റ്റ് ടു എന്താ അറിയോ, കൺട്രോൾ മൈ സെൽഫ്. ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ട് തന്നെ വരും. ഞാൻ ഇങ്ങനെയല്ല. ഇവൻ്റെ വീഡിയോ, ഈ അപ്പച്ചൻ്റെ ഈ ഈ അമ്മാവൻ്റെ ഈ ചങ്ങാതിയുടെ വീഡിയോ, ഈ ഫിനൈൽ രമേശൻ അണ്ണൻ്റെ വീഡിയോ കണ്ട സമയത്ത് ഞാൻ നോക്കിയ സമയത്ത് ഞാൻ ഇങ്ങനെയെല്ലാം റിയാക്ട് ചെയ്തിട്ട് ഫൊർഗെറ്റ്. ചില ക്യാരക്ടേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ. എന്തായാലും ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാം, നിങ്ങൾക്ക് യോജിക്കാതിരിക്കാം, എന്തും ആവാം. പക്ഷെ അതിനൊക്കെ പറയുന്നതിന്, പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ പറയുന്നതിനും മലം ഛർദ്ദിക്കുന്നതിനും ദർസ് എ ഡിഫറൻസ് ഇൻ ബോത്ത് ഈ 2 കാര്യങ്ങളിലും അല്ലേ. അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് രണ്ടാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം, നമുക്ക് വിമർശിക്കാം, കടുത്ത ഭാഷയിൽ വിമർശിക്കാമല്ലോ, രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാമല്ലോ. പക്ഷേ ഇത് കമ്പയറിങ് എ ഡെലിവറി വീഡിയോ ടു എ പോൺ ഇതൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്താണ് ഇതിനൊക്കെ പറയുക. ഐ തിങ്ക് ഇവർ ദിയാകൃഷ്ണയോ അവരുടെ ഫാമിലിയോ അവരാരോ ഇയാളുടെ വീഡിയോ എൻ്റെ വീഡിയോ കാണുമെന്നുള്ളത് അറിയില്ല. പക്ഷെ എങ്ങനെ ചില ജന്മങ്ങളും ലോകത്തിൻ്റെ ഏതോ കോണിൽ ഏതോ ഒരു റൂമിൽ ഇരിക്കുന്നുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ടോയ്ലറ്റിൽ പോയി വീണ് കിടന്ന് ഫ്ലഷ് ചെയ്തു ആ കുഴിയിലേക്ക് പോകുന്നതിന് പകരം റൂമിൽ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് ചുവന്ന കെട്ടിയിട്ട് ഇതുപോലെ എന്തൊക്കെയോ പുലമ്പുന്നവരുണ്ട്. ചില ആൾക്കാരെ തിരുത്താൻ പറ്റില്ല അല്ലേ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. നല്ല മഴ തുടങ്ങി, ഹർത്താലൊക്കെയാണ്, ബന്ധാണ്. ജസ്റ്റ് ഒന്ന് ചെറിയൊരു ആവശ്യമുണ്ട്, പുറത്തൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, ഒന്ന് ഇറങ്ങി നോക്കണം.
അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾ ഈ വീഡിയോയെ കുറിച്ച് അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും എടുത്ത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.